ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. എസ് എൽ ഇടാൻ അറിയാത്തവരാണോ നിങ്ങൾ? ഇപ്പോഴും എസ് എൽ എന്താണ്, എസ് എൽ എത്ര പോയിന്റ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും എസ് എൽ വയ്ക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊരു കംപ്ലീറ്റ് ട്രേഡർ അല്ല. നിങ്ങൾ കൊടുക്കണ എസ് എല്ലിൽ പോലെ ഇരിക്കും നിങ്ങൾ എടുക്കണ പ്രോഫിറ്റ്. നിങ്ങൾ എസ് എൽ കൊടുക്കാൻ തയ്യാറായാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ എടുക്കാനും പറ്റുള്ളൂ. അല്ലാണ്ട് 10 പോയിന്റ് പ്രോഫിറ്റ് കണ്ട് 20 പോയിന്റ് അടിയിലേക്ക് പോയാലും എസ് എൽ ബുക്ക് ചെയ്യാത്തൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റില്ല. നിങ്ങൾ 10 പോയിന്റ് കണ്ടാൽ പാനിക്കാവും. 20 പോയിന്റ് പോയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. എസ് എൽ അടിയിലേക്ക് പോയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനത്തെ ഇരിക്കുന്ന ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ ട്രേഡേഴ്സിനെ പഠിപ്പിക്കണത്. നമുക്കിവിടെ പ്രോപ്പറായിട്ട് നിഫ്റ്റിയിൽ 10 പോയിന്റാണ് എസ് എൽ. എല്ലാവരും 10 പോയിന്റ് എസ് എൽ കൊടുത്ത് ഇറങ്ങും. അതാണ് നമ്മുടെ ട്രേഡിങ് സ്ട്രാറ്റജി. എല്ലാവരും നിഫ്റ്റിയിൽ 10 പോയിന്റ് കൊടുത്ത് ഇറങ്ങണം എന്നാണ് ഞാൻ പറയണത്. എല്ലാവരും അത് തന്നെയാണ് ചെയ്യണത്. നമ്മൾ പിടിക്കണ പോയിന്റ് എങ്ങനെ നോക്കിയിട്ട് ഒരു 10 പോയിന്റ് മിനിമം നമ്മൾ പിടിക്കുന്നുണ്ട്. പിന്നെ അതിനും വേറെ റൂൾസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് നോക്കി അതിന് വേറെ റൂൾസ് ഉണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ് സ്ട്രാറ്റജീസൊക്കെ. നിങ്ങൾക്ക് ഇപ്പോഴും എസ് എൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഇന്നും അടിപൊളി ട്രേഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ അത് പോരാ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രേഡ്സ് ഇനിയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുക. നമ്മൾ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യൽ മാത്രമല്ല, നമ്മൾ അടിപൊളി പ്രോഫിറ്റുകളും ബുക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ബുക്ക് ചെയ്യാനും സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് പെയ്ഡ് ഗ്രൂപ്പിലത്തെ ഒരു ട്രേഡാണ്. അത് സ്റ്റിൽ റണ്ണിങ് ആണ്. ഇതിൽ കാണാം നിങ്ങൾക്ക് നിഫ്റ്റിയിലാണ് ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 10 പോയിന്റാണ് എസ് എൽ, 50 പോയിന്റാണ് ടാർഗറ്റ്. ഓൾമോസ്റ്റ് ഇതൊരു 49 പോയിന്റ് വന്നിട്ടുള്ള ട്രേഡാണ് ഇത്. 50 പോയിന്റ് അടിച്ചിട്ടില്ലേ. പെയ്ഡ് ഗ്രൂപ്പിലത്തെ ട്രേഡാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്കൊക്കെ പോകാം. എസ് എൽ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലേ? എനിക്ക് കുറേ ഡീംസ് വരുന്നുണ്ട്. നമ്മൾ അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു, യൂട്യൂബിൽ കണ്ടു പഠിച്ചു. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എസ് എൽ അറിയില്ല. അങ്ങനത്തെ കുറേ ട്രേഡേഴ്സ് ഉണ്ട് ചുറ്റും. ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനത്തെ ട്രേഡേഴ്സ് ഉണ്ട്. എസ് എൽ എത്രയാണ് ഉണ്ടത്, നമ്മൾ എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകണം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, ഇതൊന്നും അറിയാത്ത കുറേ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എസ് എൽ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കൊടുക്കും. അതായത് ഒരു 10 പോയിന്റ് വന്നാലും 5 പോയിന്റ് വന്നാലും അല്ലെങ്കിൽ 20 പോയിന്റ് ആണെങ്കിലും 30 പോയിന്റ് ആണെങ്കിലും 50 പോയിന്റ് ആണെങ്കിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും. എസ് എൽ അവർ ബുക്ക് ചെയ്യില്ല. മനസ്സിലായില്ലേ? എസ് എൽ അതായത് ലോസാണ്. ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്നാലും ഇവർ ബുക്കിങ് ചെയ്യില്ല. അവിടെ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുക അവിടെ എസ് എൽ തന്നെ. പക്ഷെ പ്രോഫിറ്റ് കാണുകയാണെങ്കിലോ ഇപ്പം 5 പോയിന്റ് 10 പോയിന്റ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 20 പോയിന്റ് എത്തി. അത് ഫുൾ ടാർഗറ്റിക്ക് പോണതായിരിക്കും. ചിലപ്പോൾ ബാങ്കിലാവും ചിലപ്പോൾ 20 പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുക. അതിലിപ്പോൾ 100 പോയിന്റിക്കൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ എന്ന് വെച്ചാൽ ഇവർ അതൊന്നും വെയിറ്റ് ചെയ്യില്ല. നമ്മൾ എസ് എൽ 30 പോയിന്റ് 40 പോയിന്റൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് എടുക്കേണ്ട പ്രോഫിറ്റ് ഒരു 60 പോയിന്റ് അല്ലെങ്കിൽ 100 പോയിന്റാന്ന് വെക്കി. ഇവരൊരു 10 പോയിന്റ് 20 പോയിന്റ് ആകുമ്പോൾ അവിടെ ഇറങ്ങും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രേഡറാണ് സക്സസ് ആവുന്നത് ലൈഫിൽ? നിങ്ങൾ ട്രേഡിങ്ങിനെ ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു മാർഗ്ഗമായിട്ട് കാണണം. എന്നാലാണ് ഞാൻ പറയണത് എൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണ് നോക്കി. അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോൾ ഈ ട്രേഡിങ് ഒരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അതാവും മെജോറിറ്റി, 95% ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം അപ്പുറത്ത് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ട്രേഡിങ്ങിനെ വേറൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് എസ് എൽ വന്നാലും പ്രശ്നമില്ല എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിങ്ങും ഒരു പ്രൊഫഷണലായിട്ട് കാണുക. നിങ്ങൾ ട്രേഡിങ്ങിന് ഒരു പ്രൊഫഷണൽ മെത്തേഡിൽ ചെയ്യാൻ നോക്ക്. അപ്പോൾ തന്നെ നിങ്ങൾ മാറും. എൻ്റെ ഒപ്പം ഫ്രീയിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. ഫ്രീയിൽ ജോയിൻ ചെയ്ത ആൾക്കാരെ ഞാൻ പറയണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി അഡ്വാൻസ് രീതിയിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പെയ്ഡിൽ ജോയിൻ ചെയ്താലേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലാണ് ഏറ്റവും കൂടുതൽ കോഴ്സൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിലാണ് അതിൻ്റെ ഒരു ഫയർ കിട്ടുള്ളൂ നിങ്ങൾക്ക്. ഫ്രീയിലാകുമ്പോൾ എന്ന് വെച്ചാൽ ഫ്രീ ആണ്, എല്ലാവർക്കും എടുക്കാം. തോന്നിയ പോലെ എസ് എൽ വയ്ക്കാം, തോന്നിയ പോലെ ടാർഗറ്റ് എടുക്കാം. അങ്ങനത്തെ മെത്തേഡാണ് അവിടെ. പക്ഷേ അതിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ സ്റ്റഡി കിട്ടില്ല. അവിടെ ഒന്നും എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു സ്റ്റഡി അവിടെ കിട്ടില്ല. നിങ്ങൾ പെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഞാൻ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കട്ടെ എസ് എൽ എത്രയാണ്, അത് പോയി കഴിഞ്ഞാൽ ഇറങ്ങിക്കോ, ഇനി ഹോൾഡ് ചെയ്യണ്ട, തിരിച്ച് കയറാം പിന്നെയും കയറാം എന്ന് ഞാൻ വൃത്തിക്ക് പറഞ്ഞുകൊണ്ട് പെയ്ഡിൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരുന്ന നേരത്ത് നമ്മൾ എത്ര ബുക്ക് ചെയ്യണം, എങ്ങനെ ബുക്ക് ചെയ്യണം, എവിടെയൊക്കെ ബുക്ക് ചെയ്യണം, എല്ലാതും ഞാൻ പെയ്ഡിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഇന്ന് മിക്കവരും
ട്രെയിലിംഗ് എസ് എൽ ഇട്ടിട്ടാണ് എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ ഒരു ലോസ് കുറേ ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ടാവും. ഇതുവരെ ലോസിൽ നിന്ന് കുറേ ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ മിക്കവാറും ഇപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ പെയ്ഡ് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇപ്പോഴും പഠിക്കാത്തവരുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ. അതായത് എസ് എൽ ഇപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ. അവർക്കും വേണ്ടിയാണ് ഇത് പറയണത് ഞാൻ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തന്നെ പെയ്ഡ് ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് കാണാം, ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആള് അടിപൊളിയായിട്ടാണ് ആ ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തേക്കുന്നത്. ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കാണിക്കില്ല എന്നുള്ളൂ, ഞാൻ ജസ്റ്റ് പേരിലുള്ളവരോട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റും. നിങ്ങൾ പ്രോപ്പറായിട്ട് 10 പോയിന്റ് നിഫ്റ്റിയിൽ എസ് എൽ കൊടുക്കുക. അത് പോയി കഴിഞ്ഞ് ഇറങ്ങിക്കോ, ഒരു പ്രശ്നമില്ല. അവിടെ 750 രൂപ പോകണം. അവിടെ നിങ്ങൾക്ക് അടുത്ത ട്രേഡ് വരും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ 750 പിടിക്കാൻ പറ്റും. 750 എല്ലാവരും മുകളിലേക്ക്, മനസ്സിലായില്ലേ? നമ്മൾ 50 പോയിൻ്റാണ്, 50 പോയിൻ്റാണ് നിഫ്റ്റിയിൽ ടാർഗറ്റ്. ഒരു ഈസി ടാസ്ക് അല്ല 50 പോയിന്റ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിഫ്റ്റിയിൽ 50 പോയിന്റ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. അതൊന്നും ഇന്നൊരു സൈഡ് വേസ് ആയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ സൈഡ് വേസിക്ക് പോയി മാർക്കറ്റ്. അന്നേരം നമ്മൾ ഇന്ന് 3 ടാർഗറ്റ് നിഫ്റ്റിയിൽ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഫുൾ ടാർഗറ്റ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. 4 ടാർഗറ്റുള്ള ദിവസമാണ്. പേഡിൽ നമുക്കൊരു 3 എസ് എൽ വന്നിട്ടുണ്ട് 30 പോയിന്റ്. പക്ഷെ അതൊക്കെ റിക്കവർ ആക്കിയിട്ട് നമ്മൾ 2 ടാർഗറ്റ് പേഡിൽ മാത്രം നിഫ്റ്റിയിൽ അടിച്ചിട്ടുണ്ട് 50 പോയിന്റ് വെച്ചിട്ട്. നമുക്ക് പോണ എസ് എൽ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും 10 പോയിന്റേ പോണുള്ളൂ. നിങ്ങൾ 10 പോയിന്റിൽ അവിടെ ഇറങ്ങുക. നമുക്കൊരു ടെൻഷനും വേണ്ട കാര്യത്തിൽ. അതിനേക്കാൾ ഇഷ്ടം പോലെ പ്രോഫിറ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ട്. നമുക്കിവിടെ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു രീതിയുണ്ട്. ഞാൻ പറയണത് പ്രോഫിറ്റ് ഇത്ര രൂപ ബുക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് 50 പോയിൻ്റാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇത്ര നേരം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും. പുതിയ വ്യൂവേഴ്സിൻ്റെ കാര്യം പറയുന്നത്, യൂട്യൂബിൽ പുതിയത് കാണുന്ന ആൾക്കാർ, അവർക്ക് ഇപ്പോൾ പ്രോഫിറ്റ് 50 പോയിൻ്റാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ 50 പോയിന്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി 50 പോയിന്റ് എടുക്കണ ഒരു മെത്തേഡല്ല. നമുക്കത് ബുക്കിങ്ങുകളുണ്ട്. അത് ഓരോ ട്രേഡറിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് എങ്ങനെ ബുക്ക് ചെയ്യണം. ഞാൻ ഇവിടെ ഒരു കാര്യം മാത്രമേ പറഞ്ഞു കൊടുക്കണുള്ളൂ. അതെന്തായാലും ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ പറയണില്ല. അത് നിങ്ങൾ പേരിൽ വന്നാലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അത് മാത്രം ഞാൻ പറയണുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത് ഒരു ട്രേഡറിൻ്റെ ഒരു കയ്യിലിരിക്കണത്. നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് പ്രോഫിറ്റ് മാക്സിമം എടുക്കുക എന്നുള്ള കാര്യമാണ് പേഡിൽ പറയണത്. അപ്പോൾ ആരും ഇനി സ്റ്റോപ്പ് ലോസിന് വേണ്ടി പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് പോയാലും അതിനൊക്കെ ഇരട്ടി പ്രോഫിറ്റ് വരുന്നുണ്ട് എല്ലാ ദിവസവും. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ്, പ്രോഫിറ്റ് എടുക്കാനുള്ള മൈൻഡ് സെറ്റും കൂടി നിങ്ങൾ ബിൽഡ് ചെയ്യുക. നിങ്ങൾ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ സക്സസ് ആകാൻ പറ്റുള്ളൂ. സ്റ്റോപ്പ് ലോസ് വരുന്ന നേരത്തെ അത് കട്ട് ചെയ്യുക കറക്റ്റായിട്ട്. 10 പോയിന്റ് പോയാൽ നിങ്ങൾ കട്ട് ചെയ്തേക്ക്. 1 രൂപ പോലും മാർക്കറ്റിന് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ട്രേഡ് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം, മനസ്സിലായില്ലേ? 10 പോയിൻ്റൊക്കെ ഒരു നിഫ്റ്റി വീക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. പിന്നെ റിട്ടേൺ മുമ്പ് റീ എൻട്രി മാത്രമേ ഉള്ളൂ അവിടെ. അത് ഫസ്റ്റ് മനസ്സിലാക്കിക്കോ. അല്ലാണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കുറേ എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവിടെ ഇഷ്ടം പോലെ എൻട്രികൾ ഞാൻ പറയുന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ എൻട്രികളൊക്കെ അച്ചീവ് ചെയ്യുക. കയറിയിട്ട് പെട്ടെന്ന് പെടുന്ന ട്രേഡുകൾ എടുക്കുക. നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് പോയാലും 3 സ്റ്റോപ്പ് ലോസ് പോയാലും ഇഷ്ടം പോലെ ടാർഗറ്റുകൾ വരുന്നില്ലേ. അപ്പോൾ അതിൽ ഹാപ്പിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ 24,000 PE. അത് പേഡ് രൂപത്തിൻ്റെ ട്രേഡാണ്. സ്റ്റിൽ റണ്ണിങ് ആണ്. 3:24 ടൈം. ഇപ്പോഴും 40 പോയിൻ്റ് മുകളിലാണ് അതിൻ്റെ പ്രോഫിറ്റ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ 40 പോയിന്റ് എന്ന് പറഞ്ഞാൽ 3000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റാണ് അതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രേഡിങ്. ഇതിൽ കുറേ ആൾക്കാർ പ്രോഫിറ്റ് എടുത്തവരുണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു സ്ക്രീൻഷോട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ അറിയണേൽ എനിക്ക് സന്തോഷം. നിങ്ങൾ അതേപോലെ തന്നെ ലോസ് വരുമ്പോൾ ബുക്ക് ചെയ്യാനും പഠിക്കുക. 10 പോയിന്റ് വരുമ്പോൾ ലോസ് ബുക്ക് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? 10 പോയിന്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക. അതിനിപ്പോൾ എന്താ പ്രശ്നം? 750 രൂപയിലേ പോകണുള്ളൂ. 750 വലുത് തന്നെയാണ്, ഞാൻ ചെറുതാക്കി പറഞ്ഞതല്ല. 750 വലുത് തന്നെയാണ്. പക്ഷെ അത് കൊടുത്താലേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടാനും പറ്റുള്ളൂ. നല്ലൊരു പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങളത് കൊടുത്താലേ പറ്റുള്ളൂ. ഫസ്റ്റ് മനസ്സിലാക്കുക. അല്ലാണ്ട് ട്രേഡിങ്ങിൽ ആർക്കും ഒരു ഈസി സക്സസ് ഒന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ. നമ്മൾ പ്രോഫിറ്റ് ലോസ് കൊടുക്കണം, അതിൻ്റെയും കൂടുതൽ പ്രോഫിറ്റ് എടുക്കണം. അതാണ് ഞാനിവിടെ പഠിപ്പിക്കണത്. പഠിപ്പിക്കുക മീൻസ് നിങ്ങൾ 500 രൂപയുടെ പെയ്ഡ് ഗ്രൂപ്പിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോണത്. എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, എങ്ങനെ ഒരു ട്രേഡിലത്തെ പ്രോഫിറ്റ് നമ്മളെങ്ങനെ ബുക്ക് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ 500 രൂപയുടെ ഈ പെയ്ഡ് ഗ്രൂപ്പിൽ. ഞാൻ സെപ്പറേറ്റും DMs വരുന്ന മെസ്സേജസിന് ഇഷ്ടംപോലെ റിപ്ലൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്കില്ല് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ.
അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഇനി പുതിയ വരുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ എൻ്റെ പാർഷ്യാലിറ്റി ഒന്നുമില്ല, എല്ലാവർക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ സ്റ്റോപ്പ് ലോസ്, എങ്ങനെ ടാർഗറ്റ്, എങ്ങനെ എൻട്രി. നമ്മുടെ എൻട്രി നിങ്ങൾക്ക് കാണാം 120.65 മുകളിൽ പോകുമ്പോൾ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാം. റിജക്ഷൻ, സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ നിങ്ങൾ നോക്കുക. ഇത്രയും ക്യാൻഡിൽസ് 120.65 മുകളിൽ പോയി. പിന്നെ എവിടെ നമുക്ക് എൻട്രി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലാണ്, ഈ റെഡ് ക്യാൻഡിൽ ഇവിടെയാണ് എൻട്രി. നിങ്ങൾക്ക് പിന്നെയും കാണാം ആ റെഡ് ക്യാൻഡിൽ വന്ന ശേഷം കറക്റ്റ് 120.65 ഈ എൻട്രി കിട്ടിയിട്ടുണ്ട്. ലിമിറ്റിന് എല്ലാവർക്കും കിട്ടും ഈ എൻട്രി. അതിനാണ് നമുക്കൊരു 40 പോയിന്റ് ടാർഗറ്റ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് 49 പോയിന്റ് വന്നിട്ടുണ്ട്. ഫുൾ ടാർഗറ്റിക്ക് ആയിട്ടില്ല, 1 പോയിന്റ് വ്യത്യാസം. നമുക്ക് ഫുൾ ടാർഗറ്റ് മിസ്സിംഗ് ആണ് ഇപ്പോഴും. നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോവാം. ഇതാണ് എൻ്റെ ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പ്. നിങ്ങൾ കാണാം രാവിലെ ഞാൻ ബാങ്ക് നിഫ്റ്റി ലെവൽസ് മീൻസ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇന്ന് നിഫ്റ്റി എവിടെയാണ് സപ്പോർട്ട് ചെയ്യണത്, ഇന്ന് എവിടെയാണ് നിഫ്റ്റി റെസിസ്റ്റൻസ് ചെയ്യണത്, ഇതൊക്കെയാണ് നിങ്ങളത് കാണുന്നത്. നിങ്ങൾക്കത് ഈസിയായിട്ട് മനസ്സിലാക്കാം. അവിടെയൊക്കെ ട്രേഡ് എടുക്കേണ്ട സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടിയിലേക്ക് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ ബയ്യേഴ്സിൻ്റെ റിജക്ഷൻ കാണണം. മോളിക്ക് ഇപ്പോൾ സി സൈഡാണ് പോണത് നിഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ കാണണം. അത്രേ ഉള്ളൂ. ഈസിയായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നമ്മളിന്ന് കൊടുത്തേണത് 24,200 C, 24,200 P, 51,700 P. പിന്നെ ഒരു ബാങ്ക് നിഫ്റ്റി സ്ട്രൈക്കും കൂടി കൊടുത്തിട്ടുണ്ട് 51,700 C. ഇത്രയും കൊടുത്തിട്ടുള്ളൂ ഞാനിന്ന്. നിങ്ങൾ കാണാം 9/18 ഞാൻ 51,700 C കൊടുത്തത്. അത് ട്രേഡിംഗ് ചാർട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത്ര ലേറ്റ് ആവുന്നത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിയിലേക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, ചാർട്ട് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് 8:30 കൊടുക്കാൻ പറ്റി. ഇപ്പോൾ നിഫ്റ്റിയുടെ ആണെങ്കിൽ നമുക്ക് കാണാം 8:30 തന്നെ ഞാൻ കൊടുത്തത്. നമുക്ക് ഈ ചാർട്ടിലേക്ക് പോകാം. ഇന്നാകെ നമുക്ക് 2 ട്രേഡാണ് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയാണത്. ഡയറക്റ്റ്ലി കിട്ടിയ 2 ട്രേഡാണ്. ആ 2 ട്രേഡും ടാർഗറ്റാണ്. ഒന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ടാർഗറ്റാണ്. നമുക്ക് കാണാം 51,700 പിയിലാണ് നമുക്ക് 1:5 100 പോയിന്റ് അച്ചീവ് ആയിക്കണത്. പിന്നെ അവിടെ നമുക്ക് കിട്ടിയത് നിഫ്റ്റിയിലാണ് 24,200 പിയിൽ തന്നെയാണ്. അതിൽ 50 പോയിന്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇത് ഫ്രീ ഗ്രൂപ്പിലത്തെ ടാർഗറ്റുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഒന്ന് 51,700 പിയിലും 24,200 പിയിലും. നമുക്ക് ആ ട്രേഡിലേക്ക് തന്നെ ഡയറക്റ്റ്ലി പോകാം കേട്ടോ. 24,200 പി 24,200 പിയിൽ നമുക്ക് കാണാം 214.70 മുകളിലാണ് എൻട്രി. ഇവിടെ കാണാം ഞാൻ 8:30 കൊടുത്തതാണ് ഇതിലത്തെ എൻട്രി വരുന്നത്. 8:30 കൊടുത്തതാണ്. അപ്പോൾ രാവിലെ ഇന്ന് 3-ാം തീയതിയാണ്. ബയേഴ്സ് മുകളിൽ തന്നെ പോയി റിജക്റ്റ് ചെയ്തു. പിന്നെ ഒരു ബയേഴ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. ഇതാണ് ബേസിക് കണ്ടീഷൻ. നമ്മുടെ ബയേഴ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റിൽ കിട്ടുകയാണെങ്കിൽ ലിമിറ്റിൽ മേടിക്കുക, അല്ലെങ്കിൽ ഇത്തിരി അടിയിൽ നിന്ന് മേടിക്കുക. അത്രേ ഉള്ളൂ കേസ്. സെല്ലേഴ്സ് ക്യാൻഡലിൻ്റെ ഈ ക്യാൻഡലിന് കുറച്ച് ഈ ഭാഗമുണ്ടല്ലോ, ഈ സ്പേസിൽ നിന്ന് മേടിക്കുക. ചിലപ്പോൾ വലിയ സ്പേസ് വരാം. അപ്പോൾ അതൊക്കെ അതൊരു ട്രേഡറിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് കാണാം ഈസി ഒരു 50 പോയിൻറ്റ്സ് ആയിരുന്നു അത്. അപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം പറയേണ്ടത്. ഇനി നമ്മൾ 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്. 10 പോയിൻറ്റ് ഈസി ആയിട്ട് അവിടെ പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. കഥ അതല്ല പറയണത്. ഈ 10 പോയിൻറ്റ് നിങ്ങൾ ഇട്ട ശേഷം ഇത് നിങ്ങൾ ബൈ എടുത്തു, ഞാൻ പറയണത് മനസ്സിലാക്കട്ടെ കറക്റ്റായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു ട്രേഡ് ആക്ടിവേറ്റ് ആയി, നമുക്ക് ബൈ എടുക്കാൻ പറ്റി. ബൈ എടുത്ത ശേഷം നിങ്ങൾ അപ്പം തന്നെ ഈ 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിടുക. 10 പോയിൻറ്റ്, അതായത് 214.70 അടിയിലേക്ക്, അതായത് 204.70 അവിടേക്ക് സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ അപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ സ്വൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് അത് ചെയ്യണം. മനസ്സിലായില്ലേ? 10 പോയിൻറ്റ് കറക്റ്റായിട്ട് അത് ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അതിനൊക്കെ മടിയുള്ള ആൾക്കാരാണ് സിസ്റ്റത്തിൽ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത ശേഷം ഇതിൽ അത്യാവശ്യം പ്രോഫിറ്റുകളൊക്കെ ആവുമല്ലോ. ആ ടൈമിൽ നമ്മൾ പാർഷ്യലി ബുക്ക് ചെയ്ത് വരിക. 233 265 ഇതിൻ്റെ അടുത്തടുത്ത എൻട്രികളാണ് കേട്ടോ. ഇത് പിന്നെ ഗ്രൂപ്പിൽ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് ഫസ്റ്റ് എൻട്രി കിട്ടിയോണ്ട് പിന്നെ 233 255 പറയേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് 51,700 പിയിലാണ് നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയത്. 51,700 പി നിങ്ങൾക്ക് കാണാം 8:33 കൊടുത്താണ്. 867.60 എൻ്റെ പ്രൈസ് വരുന്നത്. 867.60. 3-ാം തീയതിയാണ് ഡേറ്റ് നോക്കുക. അവിടെ ബയേഴ്സ് വന്നു, പിന്നെ റിജക്ഷൻ കാണിച്ചു. ഇവിടെയാണ് സെല്ലേഴ്സ് സ്കാനിൽ കിട്ടിയത്. കണ്ടില്ലേ? ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് സ്കാനിൽ ഇവിടെ കിട്ടി. ഇത് ലിമിറ്റ് ഓർഡറിന് തന്നെ കിട്ടും, ഇവിടെ നിന്നും കിട്ടും. അതായത് ഈ സെല്ലേഴ്സ് ക്ലോസ് ചെയ്തില്ലേ, അതിൻ്റെ ഈ ബോഡി ക്ലോസിൻ്റെ അടിയിൽ നിന്ന് മേടിക്കുക.
അത് ചിലപ്പോൾ ഈ രണ്ടാമത്തെ ചാനലിൽ വിളിക്കുന്നവരുണ്ടാവും, ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയവർക്ക് ഉണ്ടാവും, ഇവിടെ നിന്നൊക്കെ കിട്ടിയവരുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ കിട്ടിയവരുണ്ടാവും. അല്ലാത്തവർക്ക് ലിമിറ്റ് ഓർഡർ കറക്റ്റ് ഇവിടെ കിട്ടും. മൂന്നാമത്തെ ചാനൽ നമ്മളിപ്പോഴും ലിമിറ്റ് ഓർഡറിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് മാത്രം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഇടാം. ഒരു 20 രൂപ ഇടാം, അല്ലെങ്കിൽ 30 രൂപ ഇടാം. 30ൻ്റെ മുകളിലേക്ക് ആരും ബാങ്ക് ഫീൽഡ് സ്റ്റോപ്പ് ലോസ് കൊടുക്കണ്ട കേട്ടോ. ഒരാൾ പോലും 30ൻ്റെ മുകളിലേക്ക് ബാങ്ക് ഫീൽഡ് സ്റ്റോപ്പ് ലോസ് കൊടുക്കണ്ട, ഒരു ആവശ്യമില്ല അതിൻ്റെ ഒന്നും. അതിൻ്റെ മുകളിലേക്കൊന്നും ഒരു ഇൻഡെക്സിനും ആവശ്യമില്ല, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്ര ഒന്നും ഒരു 20 രൂപ അല്ലെങ്കിൽ 30 രൂപ അതേ കൂടുതലാണ്, എന്നാലും അത്രയൊക്കെ കൊടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കുക. പിന്നെ അത് 100 പോയിൻറ്റ്സ് ആണ് പോയി മൂവ് ചെയ്തേക്കണത്. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ ഫ്രീ ഗ്രൂപ്പിൽ കയറിയവർക്കൊക്കെ അറിയായിരിക്കും. ഇതിന് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിനിങ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് പാർഷ്യലി ബുക്ക് ചെയ്ത് നിങ്ങൾ പോവുക. ഈസിയാണ് കാര്യങ്ങൾ. നിങ്ങൾ കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് അവിടെ കൊടുക്കുക, എടുക്കേണ്ട പ്രോഫിറ്റുകൾ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡ്. 2 ട്രേഡാണ് കിട്ടിയിട്ടുള്ളൂ ഫ്രീ ഗ്രൂപ്പിൽ. മീൻസ് 2 ട്രേഡ് നമുക്ക് സക്സസ് ആണ്, അതായത് ഫുൾ ടാർഗറ്റാണ്. പിന്നെ ഫ്രീ ഗ്രൂപ്പ് കഴിഞ്ഞു, പിന്നെ അപ്പോഴേക്കും 10:30 10:15 പിന്നെ ഞാൻ പെയ്ഡ് ഗ്രൂപ്പിലാണ് ഫുള്ള് കൊടുത്തായിരുന്നത്. നമുക്കിനി പെയ്ഡ് ഗ്രൂപ്പിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം. എങ്ങനെയാണ് പെയ്ഡ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. പെയ്ഡ് ഗ്രൂപ്പിൽ ഇന്നൊരു 5 ട്രേഡ് 6 ട്രേഡ് എന്തോ വന്നിട്ടുണ്ട്. അതിൽ 3 നമുക്ക് എസ് എല്ലാണ്, ഡയറക്റ്റ് എസ് എൽ പോയിട്ടുണ്ട്. 3 ട്രേഡ് 30 പോയിൻ്റാണ് എസ് എൽ. ഓരോ ട്രേഡിലും 10 പോയിൻ്റ് വെച്ചിട്ടാണ് എസ് എൽ കൊടുക്കണുള്ളൂ. അത് 30 പോയിൻ്റ് എസ് എൽ പോയിട്ടുണ്ട്. പിന്നെ പെയ്ഡിൽ കയറിയിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡുകളൊക്കെ എടുക്കുക. അതൊക്കെ രാവിലെ കിട്ടുന്ന ട്രേഡുകളാണ്, ഈസി ആയിട്ട് ടാർഗറ്റുകൾ കിട്ടുന്ന ട്രേഡുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ട്രേഡേഴ്സ് ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡ്സ് എടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് അടിക്കാൻ പറ്റും. രാവിലെ വരുന്ന ട്രേഡുകളാണ്. അപ്പോൾ അതൊന്നും ആരും വിട്ടുകളേണ്ട ആവശ്യങ്ങളില്ല. നമ്മുടെ ടാക്ടിക്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ, പെയ്ഡ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് നമ്മുടെ ട്രിക്കുകൾ വർക്ക് ആവണേന്ന്. അപ്പോൾ അതേപോലെ സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങളവിടെ ഫുൾ ടാർഗറ്റിലേക്ക് തന്നെ ഇരിക്കുക. എല്ലാ ദിവസവും ബുക്ക് ചെയ്ത് പോകണവർക്ക് പാർഷ്യലി ബുക്ക് ചെയ്ത് പോകാം കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ കുറേ ട്രേഡുകൾ ഇവർ അടിപൊളിയായിട്ട് ബുക്ക് ചെയ്തവരുണ്ട്. നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിലത്തെ ട്രേഡിലേക്കൊക്കെ പോകാം. നമുക്ക് 24,000 PE പെയ്ഡ് ഗ്രൂപ്പിൽ വരാനുണ്ടായിരുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് എസ് എൽ പോയതാണ്. 24,000 PE നമുക്ക് ഡയറക്റ്റ്ലി ഒരു എസ് എൽ പോയി. പിന്നെയും 163.85 റീ എൻട്രി നോക്കിയിരുന്നു. പക്ഷെ അതും നമുക്ക് ഡയറക്റ്റ്ലി എസ് എൽ പോയി. അങ്ങനെ 2 എസ് എൽ ഒറ്റയടിക്ക് കിട്ടിയിട്ടുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ. അങ്ങനെയാണ് 2 എസ് എൽ കിട്ടിയാണത്. റീ എൻട്രിയും കൂടി നമ്മളെ ട്രാപ്പിലാക്കി അവിടെ. അപ്പോൾ അങ്ങനെ 2 എസ് എൽ പോയി. അപ്പോൾ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 24,000 CE നമുക്ക് ഓപ്ഷൻ ഉണ്ട്. 182.40 നമുക്ക് ട്രേഡ് ഉണ്ട്. എല്ലാവരും നോക്കാൻ വേണ്ടായിരുന്നു. അത് നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആക്റ്റീവായി. അത് 1:1 നമുക്ക് 10 പോയിൻറ്റ്സ് അവിടെ കിട്ടി. പിന്നെ ആ ട്രേഡ് നമുക്കൊരു ഫുൾ ടാർഗറ്റാണ്. 24,000 CE നമുക്ക് കാണാം. 1:5 ആണ് ഫുൾ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ഇതും പെയ്ഡിൽ വന്നതാണ്. 2 എസ് എൽ അടുപ്പിച്ച് പോയിട്ടാണ് ഈ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ എസ് എൽ പോകണം നോക്കിയിരുന്നുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടേണ്ട ടാർഗറ്റുകൾ നമ്മൾ എടുക്കണം. അപ്പോൾ അടുത്ത് നമുക്കുണ്ടായിരുന്നത് 24,000 PE അതും നമുക്ക് ഡയറക്റ്റ്ലി എസ് എൽ പോയിട്ടുണ്ട്. ഞാൻ ചാർട്ടിലേക്കൊന്നും പോകണില്ല, കറക്റ്റ് കാര്യം പറഞ്ഞുകൊണ്ട് തീർക്കാം. പെയ്ഡ് ഗ്രൂപ്പിനെ കുറിച്ച് കുറച്ച് ആൾക്കാർക്ക് അറിയണമെന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പുതിയ യൂട്യൂബിൽ പുതിയ വ്യൂവേഴ്സിന് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതേപോലെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കാണുന്ന ആഗ്രഹം ഉണ്ടാവും. ഇതും ഡയറക്റ്റ് എസ് എല്ലാണ്. അപ്പോൾ 24,000 PE നമുക്ക് എസ് എൽ പോയ ശേഷം 24,000 PE വേറൊരു പ്രൈസും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, 120.65. അതാണ് നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന ഈ ടാർഗറ്റ്. ലേറ്റായി കിട്ടിയ ടാർഗറ്റാണ് 24,000 PE. ഇതാണ് പെയ്ഡ് ഗ്രൂപ്പിലത്തെ ലാസ്റ്റത്തെ ടാർഗറ്റ്. ഇത് 49 പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രൈക്കിൽ ഫുൾ ടാർഗറ്റ് അല്ല, 49 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നിങ്ങൾക്കൊന്ന് 3 എസ് എല്ലും ഒരു 99 പോയിന്റ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും എല്ലാവരും ഇന്ന് പ്രോഫിറ്റിലായിരിക്കും. അത്യാവശ്യം പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ നന്നായി ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവരാണ്. അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ അധികം ഓവർ ട്രേഡിനൊന്നും ഇരിക്കണില്ല. നമ്മളൊരു 2 മണി 2:15 നിർത്തി പെയ്ഡ് ഗ്രൂപ്പ്. 2 പ്രോഫിറ്റ് അടിപൊളി വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീ ഗ്രൂപ്പിലത്തെ 2 ടാർഗറ്റ് അടിപൊളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ടാർഗറ്റുകൾ ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ. ഫ്രീയും പെയ്ഡും കൂടിയിട്ട് 4 ടാർഗറ്റ് വന്നിട്ടുണ്ട്. 3 എസ് എൽ പെയ്ഡിൽ മാത്രമാണ് വന്നേക്കണത്. അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന എസ് എല്ലുകളാണ്. നിങ്ങൾ എസ് എല്ലിനെ കണ്ട് പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ലേ കാര്യങ്ങൾ. അത് എപ്പോഴും പറയാം ഞാൻ. 10 പോയിന്റാണ് നിഫ്റ്റിയിൽ എസ് എൽ കൊടുക്കുന്നത്. ആ 10 പോയിന്റ് നിങ്ങൾ കൊടുത്തോ, ഒരു പ്രശ്നവുമില്ല. വെറുതെ മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 പോയിന്റ് കൊടുക്കുന്നിടത്ത് നിങ്ങൾ 100 പോയിന്റ് കൊടുക്കേണ്ടി വരും. അതാണ് 10 പോയിന്റിൽ ഇറങ്ങാൻ ഞാൻ പറയണത്. നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റുകൾ അപ്പുറത്ത് കിടക്കണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. നമ്മളൊരിക്കലും ഒരു ലോസിലേക്ക് ഒരു ട്രേഡറിനെ കൊണ്ടുപോകാൻ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരും പ്രോഫിറ്റിൽ തന്നെ ഇരിക്കണം. നമ്മുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് അറിയണം. ട്രേഡ് എടുക്കാൻ മിനിമം ഒരു
ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കയറുന്ന പെയ്ഡിൽ കയറുന്ന ഓരോരുത്തർക്കും ആ മിനിമം ക്വാളിറ്റി പെയ്ഡിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനി സ്വയമായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സ്റ്റഡി ചെയ്യണം. പെയ്ഡിൽ കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഫ്രീയിൽ കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങളത് പഠിക്കുക വേണം. എനിക്കറിയാം നമ്മൾ ചെയ്യണ സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളിവിടെ ലോസിലേക്ക് ആരും നിർത്താറില്ല. നമ്മൾ ചെയ്യണ സ്ട്രാറ്റജി നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മൾ തരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത് തന്നെ ചെയ്യുക. നിങ്ങൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ശൈലിയിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നല്ല ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യണത്. വേറെ ടെക്നിക്കുകളുണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം എൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലുള്ളവരും ഫ്രീ ഗ്രൂപ്പിലുള്ളവരും ഫോളോ ചെയ്യുക. നമ്മൾ സ്ട്രൈക്കിലൊക്കെ ചെയ്യേണ്ടത് എല്ലാ റെസിസ്റ്റൻസുകളാണ്. ആ റെസിസ്റ്റൻസിലാണ് നമ്മൾ നമ്മുടെ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് പ്രോഫിറ്റിലാവണത്. ആ മാക്സിമം എല്ലാവർക്കും പ്രോഫിറ്റിൽ ഇരിക്കാൻ പറ്റും. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചു വെച്ചവർ കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. അതായത് ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാവർക്കും എല്ലാം അറിയാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ഇപ്പോഴും എല്ലാവർക്കും എല്ലാം അറിയാമെങ്കിലും ഈ എല്ലാം അറിയുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഇപ്പോഴും സ്റ്റോപ്പ് ലോസൊക്കെ അറിയാത്തത്. സൈക്കോളജിയാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. 10 പോലെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. എൻട്രി എവിടെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം. ഇങ്ങനത്തെ സെറ്റപ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? അതാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യണത്. പെയ്ഡ് ഗ്രൂപ്പിലാണെങ്കിലും ഫ്രീ ഗ്രൂപ്പിലാണെങ്കിലും എനിക്ക് DM ചെയ്യണവരോടും ഞാൻ അത് തന്നെയാണ് പറയണത്. നിങ്ങൾക്ക് 10 പോലെ കൊടുത്താൽ മതി. എൻട്രി നിങ്ങൾക്ക് എവിടെ കിട്ടണമെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എൻ്റെ പഠിച്ചാൽ മതി. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കുക. ഈ ലെവൽസൊക്കെ അതിനൊരു സ്റ്റഡി ഉണ്ട്. നമ്മളൊരു യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അത് എൻ്റെ ഒപ്പം തന്നെ അത് സ്റ്റഡി ചെയ്യണം. നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് പ്രോഫിറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റഡി ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയോട് നിങ്ങൾ ബിൽഡ് ചെയ്യുക. എല്ലാ കാലവും ഇപ്പം ഞാൻ നിർത്തി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നെ കിട്ടില്ല. ഈ സംഭവമൊന്നും ഈ ഒരു ഈസി ടെക്നിക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അത്രയും യൂണീക്കായിട്ടുള്ള സംഭവമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റോക്കൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ സ്റ്റോക്ക് ഒരു ഷോർട്സ് രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ചകളിൽ. താല്പര്യമുള്ളവർക്ക് ശനിയാഴ്ച അത് കാണാം. നമ്മൾ പ്യുവർലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണ്, ഓപ്ഷൻസിലാണ് ട്രേഡിങ്. അത്രയും ടഫസ്റ്റ് പാർട്ടിലാണ് ട്രേഡ് ചെയ്യണത്. അതും കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കറക്റ്റ് ടാർഗറ്റ് എടുത്ത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ ഒപ്പം വന്ന് സ്റ്റഡി ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയുള്ള കേസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് കാണാം, ഇനി വരുന്ന വീഡിയോസും കാണാം. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്കിൻ്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. ആ മാക്സിമം അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ അതിൽ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്രയുള്ള കാഴ്ചത്തെ വീഡിയോ. വെള്ളിയാഴ്ച നല്ലൊരു ദിവസം തന്നെയായിരുന്നു. നമുക്ക് 4 ടാർഗറ്റ് വന്നുള്ള ദിവസമാണ്. അപ്പോൾ അത്ര മോശമായിട്ടുള്ള ദിവസം ആയിരുന്നില്ല വെള്ളിയാഴ്ച. നമുക്കിനി തിങ്കളാഴ്ചയാണ് മാർക്കറ്റ്. അപ്പോൾ ശനി ഞായർ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഓക്കെ.